Hi guys, welcome to my YouTube channel. അതെ, ആദ്യത്തെ വീഡിയോ തന്നെ കക്കൂസിൽ ഇരുസം കൊണ്ടാണ് എടുക്കുന്നത്. കുട്ടികളുള്ള അമ്മമാർക്കെല്ലാം എൻ്റെ ഇത് മനസ്സിലാവും. കാരണം ഞാൻ വീട്ടിലായിരുന്നു ചിട്ട തിരിഞ്ഞു നോക്കുമ്പം ഫോണും കാണത്തില്ല, ഫോണിൻ്റെ സ്റ്റാൻഡും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കയറിയിരുന്നാണ് വീഡിയോ എടുക്കുന്നതല്ല. ഇത്ര വലിയ കാര്യമൊന്നും എൻ്റെ ജോലി ചെയ്യുന്നപ്പോൾ തന്നെ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാൻ പോകുന്നത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ചോദിച്ചായിരുന്നു കുറച്ച് Q&A, അതിനുള്ള റിപ്ലൈ ഞാൻ തരാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില മനുഷ്യരോട്, അതായത് ഏകദേശം 4814 4600 അത്ര ആൾക്കാർ യൂട്യൂബ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ യെസ് 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 എന്ന് പറഞ്ഞായിരുന്നു. 614 പേര് നോ പറഞ്ഞു. അവരെ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ ബാക്കി യെസ് പറഞ്ഞവരെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടാൽ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ലിങ്കിലും ഒരൊറ്റ പേപ്പായിരിക്കും എന്നെ വന്ന് 10-12 ലൈക്കും കിട്ടി. ലൈക്കിലും ഷെയറിലും ഒന്നും വലിയ കാര്യം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ പറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാത്തിനും ഒന്നും ആൻസർ ഞാൻ പറയത്തില്ല, കാരണം സമയമില്ല. പിന്നതായത് സമയമില്ല. അതുകൊണ്ട് കുറേ പേര് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വീട് എവിടാന്നുള്ളത്, വീട് കോട്ടയം പുതുപ്പള്ളി, താമസിക്കുന്നത് UK. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വേണ്ടല്ലോ. ഓക്കെ, എനിക്കാണെങ്കിൽ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ Q&A കണ്ടിട്ടുണ്ട്. അവർ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഡയറിയിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണെന്ന് പറയുന്നത്. എനിക്ക് അതിലൊന്നും കഴിയത്തില്ല. ഞാനാണെങ്കിൽ ആ ഫോണിൽ നിന്ന് ഇതിലോട്ട് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കപ്പാം. ഞാൻ ഈ വീഡിയോ തെറ്റിപ്പോയാലും കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി വാങ്ങി അതിനൊന്നും വാങ്ങി ഒന്നിനും മെനക്കാണ്ടിരിച്ചവാ. ഓക്കെ, ഭാഗ്യത്തിൻ്റെ ലവ് സ്റ്റോറി എപ്പോഴാണ് പറയുന്നത്? എങ്ങനെ മനസ്സിലായി എൻ്റെ ലവ് മാരേജ് ആണെന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ ചാട്ടോ, ലവ് സ്റ്റോറി ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കി പറയാം. ഇത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ മക്കളെ, ഇൻസ്പയർ ആകാൻ മാത്രം ഒന്നുമില്ല, കണ്ടു പ്രേമിച്ചു കേട്ടെ. ഒരു കുറച്ച് വർഷം പ്രേമിച്ചു. വീഡിയോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻറ്റിയുടെ സ്കൂളിൽ എനിമി ആൻറ്റിയും വേറൊരു ഞാൻ എന്തായിരുന്നു? പേര് ഞാൻ പറയുന്നില്ല, കാരണം ഉണ്ടല്ല മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, 29 വയസ്സിൽ ആൻറ്റി. ഓക്കെ, കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഞാനും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിചാരിച്ചത് 10-30 വയസ്സുള്ള ഒരു ആൻറ്റിമാരാണ്. അതിൻ്റെ ശാപം കിട്ടിയതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശാപം കിട്ടിയതല്ലായിരിക്കും. പിന്നെ 29 വയസ്സാണ് വിളിക്കുന്ന ആൻറ്റി എന്ന് വിളിക്കാൻ പറ്റേ ഗെയിം. അപ്പം ഞാൻ ആൻറ്റിയല്ല, ആൻറ്റി എന്ന് വിളിച്ച കുഴപ്പമില്ല. മക്കളെ, ആൻറ്റിക്ക് സ്കൂളിൽ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടായിരുന്നു. കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വഴക്ക് പിടിക്കുന്ന ഒരു ടീമായിരുന്നു ഞാൻ. അതായത് എനിക്കുണ്ടായിരുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു. എൻ്റെ കൂടെ നടക്കുന്നവർക്കുടെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കൾ. അതായത് എൻ്റെ കൂട്ടുകാരികളെ വല്ലവരും വെല്ലും ചെയ്താൽ ഞാൻ അവരോട് പോയി അടിയുണ്ടാക്കും. അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാവരോടും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കയറി ഞാൻ സോറി പറയുകയും മിണ്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരിക. എൻ്റെ അമ്മയോടോ അപ്പനോടോ കിട്ടിയനോടോ ചേട്ടനോടോ ചേച്ചിയോടോ നാത്തോനോടോ ഒക്കെ ഒന്ന് ചോദിക്കുക, ഞാനുള്ളടത്ത് പോസിറ്റീവായി വേണം അതോ ഭ്രാന്തി പിടിക്കുന്ന വൈവാണോ എന്ന്. ഞാൻ വളർന്നോലെ എത്ര പാവമൊന്നുമല്ല. ചേച്ചി മുടി ഇപ്പം സെറ്റായി ഇപ്പോഴായി വോയിസ് ചേരുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മുടിയെ പറ്റി, എത്ര രൂപയായിരുന്നു? എൻ്റെ പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് എൻ്റെ വീഡിയോയിൽ മുടിയെ പറ്റി നിങ്ങൾ ചോദിക്കരുത്. ഇതൊരു ആവേശത്തിന് എല്ലാം ഒറ്റ ഒറ്റയടിക്ക് തോന്നും പോയി ചെയ്യും. ഒന്നും പ്ലാൻ അല്ല ജീവിതത്തിൽ.
അപ്പോൾ ദൈവത്തോട് നിങ്ങളിത് ചോദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് എടുത്ത എൻ്റെ അമ്മ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അയക്കുന്ന ഗുഡ് മോർണിംഗ് പോലും അമ്മ അയച്ചിട്ടല്ല. എനിക്ക് നല്ല കണാക്കിനെ കെട്ടി, അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് അമ്മയെ ഓർമ്മിപ്പിച്ച് അമ്മ കമൻറ്റ് സെക്ഷനിൽ വന്ന് പരസ്യമായി എന്നെ വഴക്ക് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കൊള്ളിക്കരുത്. നാണം കെട്ടതാരം ഞാൻ. അതുകൊണ്ട് മുടിയെ പറ്റി ആരും എന്നെ ചോദിക്കുന്നവരോട് വന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് DM-ൽ വന്ന് ചോദിക്കുക. ഡിഡ് യു സേവ് എനി ലൈഫ്? അതെന്നാ ചോദ്യമാ? ഞാൻ ഡെയിലി ലൈഫ് സേവിങ് ആയിട്ടുള്ള കാര്യമല്ലേ ചെയ്യുന്നതാ ചേട്ടാ, ചേച്ചി, അല്ലെങ്കിൽ അനിയ ആ ചേച്ചിയല്ല, അനിയ. കാരണം ഞാനൊരു നഴ്സാണ്. മലാവിയാണ് ഞാൻ. ഭയങ്കര ബോറല്ലേ. ചേച്ചിയുടെ സ്കൂൾ ടൈമിലെ വട്ടപ്പേര് എന്താണ്? ചാത്തൻ എന്ന് എന്നെ ആൾക്കാർ വിളിക്കുമായിരുന്നു. കോളേജിലാണെങ്കിൽ ചാത്തുണ്ണി എന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടുപേര് ചാത്തമ്പടം എന്നായതുകൊണ്ട് ചാത്തമ്പടത്തെ ഉണ്ണി, ചാത്തുണ്ണി അഥവാ അല്ലെങ്കിൽ ബുള്ളറ്റ് എന്ന് വിളിക്കുമായിരുന്നു. ഉദാഹരണം, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ബുള്ളറ്റിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് ഭയങ്കര ഷോ എടുത്തുന്നുണ്ട്. ബുള്ളറ്റ്, കണ്ണാടിയം പല പല ഉണ്ടായിരുന്നു. ലൈഫിന് ഇത്രയൊക്കെ ശോകം ഇൻസിഡൻ്റ് ഉണ്ടായിട്ടും ഹൗ ആർ യു സർവൈവിങ്? അതിനെനിക്ക് കുറച്ച് പറയാനുണ്ട്. എനിക്ക് മെസ്സേജ് എൻ്റെ സ്ഥലത്ത് തന്നെ ഏറ്റുണ്ട് അമ്മയുടെ പോലെ മേളിൽ പായിക്കണ്ട. എൻ്റെ മെസ്സേജിൽ വരുന്ന ഒരുപാട് മെസ്സേജസിൽ ഒക്കെ ഒറ്റ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സെൻറ്റൻസിനാ അറിയോ? ചേച്ചി, ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നപ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ കണ്ടത്. എന്താ ആ വീഡിയോ കണ്ടത്? അപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞു ചിരിക്കുന്ന അത് തോറ്റു ഇത് തോറ്റു മൊത്തമായിരുന്നു, നാണം കെട്ടുപോയി, അല്ല അമ്മയുടെ അപ്പൻ്റെ അടി കൊണ്ടു ഒറ്റപ്പെട്ടുപോയി. ഇതൊക്കെ പറയുന്നത് 10-20 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ച വേദനകളാണ്. മനസ്സിലായോ? ഇതൊന്നും ഞാൻ ആ സമയത്ത് ഹായ് ഇടിച്ചു മുട്ടലെത്തി എന്ന് പറഞ്ഞ് മേടിച്ചതല്ല. കരയുകയും വിളിക്കുകയും ഞാനൊരു മന്തിയാണല്ലോ എനിക്ക് പഠിക്കാൻ കഴിവില്ലെന്നൊക്കെ ഓർത്ത് ഞാൻ അനുഭവിച്ച വേദനകളാണ്. ഇപ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഞാൻ ചിരിക്കുകയും നിങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഉള്ളൂ എല്ലാവരുടെയും കാര്യം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പോകും. ഭാഗ്യം ആരുടെ ഭാഗ്യമാണ് അതെനിക്ക് അറിയത്തില്ല. ചിലപ്പം ഞാനെൻ്റെ ഏട്ടായുടെ ഭാഗ്യമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതെന്നതായിരിക്കുവാൻ ഇങ്ങനെ ഇനിയൊന്നും അറിയത്തില്ല പറയാൻ. ഹൗ ഡു യു മാനേജ് വർക്ക് ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ? സമ്മതിക്കണം, ഞാനറിയാനുമുണ്ട്. വർക്ക് ഈസ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ജോലി കഴിഞ്ഞ് വരിക, കുഞ്ഞിൻ്റെ കാര്യം നോക്കുക. അതായത് ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഡേ ഷിഫ്റ്റിന് പോയാൽ ജിജ നൈറ്റ് ഷിഫ്റ്റിന് പോവും. അങ്ങനെയാണ്, ഞങ്ങൾ ഒരുമിച്ചിരിക്കാറില്ല. അപ്പം ഫുൾ ടൈം എൻഗേജാണ്. ഇതുപോലെ 1-2 ദിവസമൊക്കെ അടുപ്പിച്ച് ഓഫ് കിട്ടിയെന്ന് പറയാം. അപ്പം എനിക്കെന്ന് പറയുമ്പം വേറെ വർത്താനം പറയാൻ ആരുമില്ല. ഇപ്പം എൻ്റെ ചേച്ചിയും ഫാമിലിയും വന്ന് അവരോട് വർത്താനം പറയുമെന്നല്ലാതെ എനിക്ക് ഒന്ന് പണ്ടത്തെ പോലെ അടിച്ചു കുളിക്കാനോ ചിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഒരിക്കലും എനിക്ക് ഇഷ്ടവുമല്ല. എനിക്കൊരു കൊച്ചുണ്ടായതുകൊണ്ട്, എനിക്കൊരു കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല എന്ന് പറയാൻ എനിക്ക് ഇഷ്ടവും ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അതായത് എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പേസ് അപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ പറയാൻ മനസ്സിലായി. ഞാനൊരു 6-6:30 ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കമൻറ്റ് നോക്കുന്നത്. കമൻറ്റ്സ് നോക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയുമ്പം എനിക്ക് പിന്നെ പ്രശ്നമില്ല. കാരണം ഞാൻ അതിനായിട്ട് തന്നെ സമയം കണ്ടെത്തി പോകും. നമ്മൾ മനസ്സിലായോ? എനിക്കും മനസ്സിലായോ? ഇപ്പം എന്നാ വർക്ക് ചെയ്യുന്നത്? ഞാൻ UK നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ബേബി പ്ലാനറ്റ് പ്രോജക്റ്റ്. കുട്ടികളെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ.
പക്ഷെ സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ കുട്ടികളൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ആ സമയത്ത് നടക്കും. ഇപ്പം എനിക്കറിയത്തില്ല ഇതെന്തുവാ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കുറെ ഞാനിങ്ങനെ മെസ്സേജ് കണ്ടിട്ടുള്ള ഒരു ഇതാണ്, എല്ലാവർക്കും ഉള്ളൊരു സംശയം, പഠിക്കാൻ ഇത്രയും മണ്ടിയായി ഞാൻ എങ്ങനെ യുകെയിൽ ചെന്നു. ജോക്സ് അപ്പാർട്ട്, ചിലപ്പം എനിക്ക് തോന്നും പഠിക്കാൻ ബുദ്ധി ഉണ്ടായിട്ട് ഞാൻ പഠിക്കാത്തതാണ്. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ ടീച്ചേഴ്സ് പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഈ OET പഠിച്ച കഥയും എൻ്റെ ലവ് ലൈഫും എൻ്റെ ഓൾ ലൈഫുമായിട്ട് നല്ല ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് OET പാസ്സാകാതെ വരെ നിവൃത്തിയില്ലായിരുന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു ഒറ്റ ചാൻസ് എടുത്തുള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ലെങ്കിൽ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കുമെന്നു. അപ്പം എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകളെക്കാളും ഇഷ്ടമായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ജിജോയോട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഒപ്പം ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പാസ്സായതാണ്. എന്തോ എൻ്റെ ലൈഫ് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ വളരെ അത്ഭുതമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ദൈവത്തെ പുറകെ പിടിച്ചിട്ടുള്ളൊരു വ്യക്തി ആയിട്ടുള്ളത് കൊണ്ടാവാമലാണ് എൻ്റെ ലൈഫ്. ദൈവം സഹായിച്ച് പല അത്ഭുതങ്ങളിലൂടെ കടന്നുപോയി എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ ദൈവം സഹായിച്ച് പറ്റുന്നത്. ടച്ചുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. നാട്ടിൽ വന്നാൽ നീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആകെ 2 ആഴ്ചയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലീവ് തരുന്നത്. അതിൽ അങ്ങോട്ട് 2 ദിവസം ഇങ്ങോട്ട് 2 ദിവസം പോയിട്ട് 2 വീട്ടിലും ഹാഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോകണം, പള്ളിയിൽ പോകണം, എക്സർസൈസ് ചെയ്യണം, കസിൻസിനെ കാണണം. എന്നിട്ടറിയ അറിയത്തില്ല. ഞാൻ എന്തായാലും സാധാരണ നാട്ടിൽ പോകുമ്പം മറ്റേ എല്ലാവരും അറിയിക്കാറൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു സ്റ്റോറി ഇടും. Talk something about old snake friends. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ കുറ്റം പറഞ്ഞേനെ, പക്ഷെ ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾഡ് സ്കൂൾ സ്നേക്ക് ഫ്രണ്ട്സ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയത്തില്ല. കാരണം ചിലപ്പോൾ അത് പ്രായത്തിൻ്റെ കൊണ്ട് പല തേപ്പുകളും തേക്കേണ്ട കൂട്ടുകാർക്ക് കൂടെ നിന്ന് തേക്കേണ്ട വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ പല കൂട്ടുകാരോടും മിണ്ടുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല. സ്നേക്ക് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. സ്കൂൾ ടൈമിലുള്ള ഒരു സ്നേക്ക് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയല്ല ഏകദേശം ഒരു മണി മടിയാട്ടോ. എന്താ എങ്ങനെയാണ് ഈ ലൈഫ് സ്റ്റോറീസ് എല്ലാം ഓർത്തിരിക്കുന്നത്? ഇതൊക്കെ കോമണായിട്ട് കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ വന്നിട്ടുള്ള അതിൽ നിന്നുള്ള ഇതുണ്ടോ, ഇത്രയും വന്നിട്ടുള്ളത് ഇന്ന് കുറച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്തുവായിരുന്നു പറയുന്നത്? എങ്ങനെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഓർത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്ന ഈ സ്റ്റോറീസ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ വളരെ എംബാരസിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ലേ. എനിക്കെന്നൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുവാണ്, എനിക്ക് 100 മുട്ടയായിരുന്നു. എൻ്റെ ടീച്ചർ പറഞ്ഞു എങ്ങനെയും പാസ്സാവും. ഓക്കെ, ഇപ്പം ഞാൻ ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ് ഞാൻ പറയുമ്പം അത് കോമഡിയാണ്. പക്ഷെ അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിലുണ്ടായിട്ടുള്ള സ്ട്രെസ് ഉണ്ടല്ലോ, ദൈവമേ ഞാൻ പാസ്സായില്ലെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ 100% പോകുമോ എന്ന് പേടിച്ച് പഠിച്ച ആ ഒരു സ്ട്രെസ്, ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പറയുമ്പോൾ തമാശ, ശേഷം നമ്മൾ അനുഭവിച്ച ആ സമയത്തെ വേദനയുണ്ടല്ലോ, എങ്ങനെ മറക്കും? എനിക്കറിയില്ല. ഇതിനോട് കുറേ പേര് ചോദിച്ചുള്ള സംഭവമാണ് ഇങ്ങനെ ഓർമ്മയുള്ളൂ. പക്ഷെ ഇനി ഞാൻ അപ്പം അവരോട് ഒത്താക്കി പറഞ്ഞല്ലോ, പഠിക്കുന്നത് ഒഴിച്ച് ബാക്കി എന്ത് കാര്യവും ഞാൻ ഓർത്തിരിക്കും.
പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, അതായത് എൻ്റെ ലൈഫിൽ ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാനത് പ്രാർത്ഥിച്ചത് മാറ്റുകയും ചെയ്യും കേട്ടോ. വാട്ട് മെയ്ഡ് യു ചൂസ് ദാറ്റ് വോയിസ്? ഐ കുഡ്ന്റ് ഈവൻ തിങ്ക് ഓഫ് എനി അതർ വോയിസ് ഫോർ ഇനഫ്. കുറെ പേരെന്നോട് പറഞ്ഞു എൻ്റെ ഫേസിന് ഏറ്റവും ചേരുന്നത് ഈ സൗണ്ടാണെന്ന്. ഞാൻ ക്യാപ് കട്ടിൽ ഓഡിയോ എഫക്ട്സ് ട്രിക്സ്റ്ററിൽ ചെയ്തതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരാളുടെ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ചുമ്മാ ഫണ്ണിന് ഒരെണ്ണം ചെയ്തു, അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫണ്ണിന് ചെയ്തു, അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫണ്ണി ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പം യൂട്യൂബിൻ്റെ ലീഡർ ഒന്നും നിൽക്കുന്നു. ഒരു മിനിറ്റ്. What are the 3 words that describe you best? അത് നിങ്ങൾ പറ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. 3 words that describe me best. അപ്പം അത്രയേ ഉള്ളൂ. എനിക്ക് വിളി വന്നു, കാരണം ജോലിക്ക് പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. പോവാണേ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. വീണ്ടും വരിക. நான் இன்னைக்கு சாப்பிட போகிறேங்க ഭാഗ്യമുള്ള യൂട്യൂബ് ചാനൽ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഇതിന് ഭയങ്കര പ്രിപ്പയർ ചെയ്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. എന്ത് പറയും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി താങ്ക് യു. എന്നെ തള്ളി പറഞ്ഞിട്ടുള്ള, എന്നെയും കൂടെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കളയാക്കിയിട്ടുള്ളവർ തന്നെ തിരിച്ചിന്ന് ഇടി നിന്നെ പറ്റി അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് അഭിമാനത്തോടെ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിന് എന്നെ സഹായിച്ചത് എനിക്ക് പരിചയമുള്ളവരെക്കാളും കൂടുതൽ സ്ട്രേഞ്ചേഴ്സാണ്. അതിനൊത്തിരി താങ്ക് യു. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരാം. കാരണം ബാത്റൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടില്ല. ഓക്കെ, ബൈ.